നമസ്കാരം, വെൽക്കം ടു KAS Tutor. KAS Tutorൻ്റെ കേരള ഹിസ്റ്ററി സീരീസിലെ 5ാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായി നമ്മൾ കേരള ചരിത്രം ചർച്ച ചെയ്യുകയാണ്. സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിലെ കേരള ചരിത്രം നമ്മൾ തിരുവിതാംകൂറിൽ നിന്ന് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലൂടെ പറഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അങ്ങനെ നമ്മൾ ധർമ്മരാജയിലെത്തി നിൽക്കുകയാണ്. തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ പഴയകാല കേരളത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാനാവാത്തൊരു പേരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന ധർമ്മരാജ. 1729 മുതൽ 1758 വരെയുള്ള 29 വർഷങ്ങളായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 1758 മാർത്താണ്ഡവർമ്മ നാട് നീങ്ങിയതിനെ തുടർന്നാണ് ധർമ്മരാജ അധികാരമേറ്റത്. തുടർന്നുള്ള 40 വർഷങ്ങൾ 1758 മുതൽ 1798 വരെയുള്ള 4 പതിറ്റാണ്ട് കാലത്തെ തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ് ധർമ്മരാജയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കാർത്തിക തിരുനാൾ രാമവർമ്മ എങ്ങനെ ധർമ്മരാജയായി മാറി എന്നുള്ള കഥയാണ് അതിൽ പ്രധാനം. ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലേ, ചരിത്രം എന്ന് പറയുന്നത് അത്രയും കഥകളാണ്. നിങ്ങളത് നന്നായി ഗ്രഹിക്കുന്നതോടുകൂടി ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ തന്നെ രൂപപ്പെട്ടുകൊള്ളും. നിങ്ങൾ വായിക്കുന്ന ഒരു കഥ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു സിനിമയുടെ കഥ അത് മനസ്സിലാക്കാനോ ഓർത്തു വയ്ക്കാനോ നിങ്ങൾ ഒട്ടും ബുദ്ധിമുട്ടാറില്ല. അതുപോലെ തന്നെ മറ്റൊരാളോട് ആ കഥ വിശദമാക്കാനും നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും, അല്ലേ? അതേ ഒരു സമീപനം തന്നെയാണ് ഇവിടെയും നമുക്ക് ആവശ്യം. ചരിത്രം കേൾക്കുക, ഉൾക്കൊള്ളുക. പരീക്ഷയുടെ രീതിക്ക് സമീപിക്കുമ്പോൾ ചോദ്യം എന്താണോ ആവശ്യപ്പെടുന്നത് ആ രീതിയിലേക്ക് നിങ്ങളുടെ കഥയെ എടുത്ത് അടുക്കി പെറുക്കി വയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ധർമ്മരാജയിലേക്ക് തിരികെ വരാം. തൻ്റെ അമ്മാവനായ മാർത്താണ്ഡവർമ്മയുടെ ഭരണനയങ്ങൾ തന്നെയാണ് അദ്ദേഹവും പിന്തുടരാൻ താല്പര്യപ്പെട്ടത്. മാർത്താണ്ഡവർമ്മ പിടിച്ചടക്കിയ പ്രദേശങ്ങളെയെല്ലാം വളരെ വിദഗ്ധമായി ധർമ്മരാജ ഏകോപിപ്പിച്ചു. അതുമാത്രമല്ല, വ്യവസ്ഥാപിതമായ ഭരണത്തിൻ്റെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സദ്ഫലങ്ങൾ ജനങ്ങൾക്ക് അനുഭവയോഗ്യമാക്കാൻ വേണ്ട എല്ലാ നടപടികളും അദ്ദേഹം കൈക്കൊണ്ടിരുന്നു. സമൂഹത്തിന് മാറ്റം വരുത്താൻ മുകൾ തട്ടിൽ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അല്ലേ? അതിൻ്റെ ഗുണഫലങ്ങൾ താഴേക്കിടയിലുള്ള ഓരോ സാധാരണക്കാരനിലേക്കും എത്തിക്കുകയും വേണം. അതാണ് ഭരണത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇതിലെ ആദ്യ പകുതി മാർത്താണ്ഡവർമ്മ തൻ്റെ കാലഘട്ടം കൊണ്ട് ഏറെക്കുറെ പൂർത്തീകരിച്ചു. അദ്ദേഹം തൻ്റെ സാമ്രാജ്യം വികസിപ്പിച്ചു, രാജാവിൻ്റെ പരമാധികാരത്തെ ദൃഢപ്പെടുത്തി, നാടിൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതികളെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന പല നയങ്ങൾക്കും രൂപം നൽകി. ഇനി ഇതിൻ്റെയൊക്കെ പ്രയോജനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കർത്തവ്യമാണ് ധർമ്മരാജയിൽ പ്രധാനമായും നിക്ഷിപ്തമായിരുന്നത്. അതിന് അദ്ദേഹത്തെ സഹായിക്കാൻ വളരെ എഫിഷ്യൻ്റായ, വളരെ കാര്യക്ഷമതയുള്ള 2 പ്രധാന മന്ത്രിമാരും ഉണ്ടായിരുന്നു. അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജ കേശവദാസനും. വളരെ പരിചിതമായ 2 പേരുകളല്ലേ? ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക്, ധർമ്മരാജയുടെ കാലഘട്ടത്തിലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവരായിരുന്നു ഇവർ 2 പേരും. അവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം. അതിനു മുൻപ് ഒരു സൗഹൃദത്തിൻ്റെ കഥ കൂടി പറയാനുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 രാജ്യങ്ങളായിരുന്നു കേരളത്തിൻ്റെ മുൻഗാമികളെന്നും അവിടുത്തെ ഭരണാധികാരികൾ തമ്മിൽ മത്സരബുദ്ധി കാത്തു സൂക്ഷിച്ചിരുന്നെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവർ 3 പേരും ഒന്നിച്ചു നിൽക്കാനിടയായ ഒരു സൗഹൃദ സാഹചര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കൊച്ചിയുമായി ഉണ്ടാക്കിയ സഖ്യത്തിൻ്റെ കഥ നമ്മൾ നേരത്തെ കേട്ടതാണ്. 1762 വീണ്ടും ആ ഉടമ്പടി പുതുക്കപ്പെടുകയുണ്ടായി. അന്നത്തെ സന്ധിക്ക് മുൻകൈ എടുത്തിരുന്ന കൊച്ചി പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛൻ തന്നെയായിരുന്നു ഈ സൗഹൃദ സഖ്യത്തിൻ്റെയും പിന്നിൽ. സാമൂതിരിക്കെതിരായ യുദ്ധത്തിൽ കൊച്ചിക്ക് തിരുവിതാംകൂറിൻ്റെ പിന്തുണ ലഭിച്ചു. അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെയും ഡച്ച് അഡ്മിറലായ ഡിലനോയുടെയും നേതൃത്വത്തിലായിരുന്നു സാമൂതിരിക്കെതിരായ സൈനിക നീക്കം. ഈ ഡിലനോയ് ആരാണെന്നറിയാമോ? പണ്ട് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ സമയത്ത് പിടികൂടി തടവിലാക്കിയിരുന്ന ഡച്ച് നാവികസേനാ തലവനായിരുന്നു ഡിലനോയ്. ഇദ്ദേഹം പിൽക്കാലത്ത് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ പരിശീലനത്തിലും ആധുനികവൽക്കരണത്തിലുമൊക്കെ തിരുവിതാംകൂറിനെ സഹായിക്കുകയുണ്ടായി. അങ്ങനെ തിരുവിതാംകൂറിൻ്റെ പിന്തുണയോടുകൂടി കൊച്ചി സാമൂതിരിക്കെതിരെ പടപൊരുതി.
അങ്ങനെ ഒടുവിൽ സാമൂതിരിക്ക് കൊച്ചി വിട്ട് ഓടേണ്ടി വന്നു. ഒടുവിൽ തിരുവിതാംകൂർ കൊച്ചി സഖ്യത്തോട് സമാധാനത്തിന് അപേക്ഷിച്ചു സാമൂതിരി. അദ്ദേഹം നേരിട്ട് തിരുവിതാംകൂറിലെത്തി അവരുമായി സൗഹൃദത്തിൽ കഴിഞ്ഞുകൊള്ളാമെന്ന് ഉറപ്പ് നൽകി. അവരോട് മാത്രമല്ല, കൊച്ചിയോടും ഇനിമേൽ ശത്രുത പുലർത്തുകയില്ല എന്ന് സാമൂതിരി ഉറപ്പ് കൊടുത്തു. അങ്ങനെയാണ് ഈ 3 ഭരണാധിപന്മാർ തമ്മിലൊരു സൗഹൃദ ബന്ധം രൂപം കൊണ്ടത്. അതോടെ ആഭ്യന്തര യുദ്ധങ്ങൾക്ക് തൽക്കാലം വിരാമമായി. ഈ സൗഹൃദത്തിന് പിന്നിൽ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. മൈസൂർ സുൽത്താനായ ഹൈദരലി ഉയർത്തിയ ആക്രമണ ഭീഷണി. കേരളത്തെ മൊത്തത്തോടെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു പൊതുശത്രു പുറത്തുനിന്ന് വരുമ്പോൾ അകത്തുള്ളവർ സ്വാഭാവികമായും ഒന്നിച്ചു നിൽക്കുമല്ലോ. ആ ഒരു സൈക്കോളജിയാണ് ഇവിടെയും വർക്കൗട്ടായത്. മൈസൂരിൽ നിന്നുണ്ടായ ഈ ആക്രമണങ്ങളുടെ ചരിത്രം തന്നെയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ എങ്ങനെ ധർമ്മരാജയായി മാറി എന്നുള്ള കഥ. മൈസൂർ രാജാക്കന്മാരായ ഹൈദരലിയും ടിപ്പു സുൽത്താനും കാർത്തിക തിരുനാളിൻ്റെ കാലത്ത് കേരളം ആക്രമിക്കുകയുണ്ടായി. മൈസൂരിൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കണം എന്നുള്ള ആവശ്യം തിരുവിതാംകൂർ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു. അങ്ങനെ ടിപ്പുവിൻ്റെ പടയോട്ടം വടക്ക് നിന്ന് ആരംഭിച്ചു. ഈ സമയം കാർത്തിക തിരുനാൾ എന്തു ചെയ്തു? അദ്ദേഹം തൻ്റെ തിരുവിതാംകൂറിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നിട്ടു. ആർക്കു വേണ്ടി? ടിപ്പുവിന് വരാനല്ല, പിന്നെയോ? ആക്രമണകാലത്ത് ഉത്തര കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നുമുള്ള അസംഖ്യം ആളുകൾക്ക് അദ്ദേഹം തിരുവിതാംകൂറിൽ അഭയം നൽകി. രാജാക്കന്മാർ, ബ്രാഹ്മണർ തുടങ്ങി നാനാ ജാതി മതവർഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് കാർത്തിക തിരുനാളിൻ്റെ തിരുവിതാംകൂർ അഭയകേന്ദ്രമായി. ഇത്രയും ഉദാരമായൊരു സമീപനം, അതും ഇത്തരത്തിലൊരു അടിയന്തര ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ള മറ്റ് ഏതെങ്കിലും ഒരു ഭരണാധികാരി നമ്മുടെ ചരിത്രത്തിലുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഉലയാത്ത ധാർമ്മിക ധീരതയോടുകൂടി ഇത്രയധികം ആളുകൾക്ക് ആശ്രയം നൽകിയ കാർത്തിക തിരുനാൾ ധർമ്മരാജ എന്ന പേരിൽ കീർത്തി കേട്ടു. അദ്ദേഹത്തിൻ്റെ രാജ്യം ധർമ്മരാജ്യമെന്നും അറിയപ്പെട്ടു. ഒരാക്രമണം വരുമ്പോൾ അഭയം കൊടുത്തിട്ട് വെറുതെ ഇരുന്നാൽ മതിയോ? പ്രതിരോധം തീർക്കുകയും പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയും വേണം, അല്ലേ? അദ്ദേഹം അതും ചെയ്തു. വടക്കേ അതിർത്തി പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ അദ്ദേഹം വേഗത്തിൽ കൈക്കൊണ്ടു. മൈസൂർ പടയുടെ കടന്നുകയറ്റം തടയാൻ നെടുങ്കോട്ട പണിതുയർത്തി. അതേപോലെ കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും സജ്ജമാക്കി വെക്കുകയും ചെയ്തു. രാജാ കേശവദാസനായിരുന്നു വടക്കേ അതിർത്തിയുടെ പ്രതിരോധ ചുമതല. 1790 ടിപ്പു സുൽത്താൻ ആലുവ വരെ എത്തി. പക്ഷെ അവിടെ നിന്ന് മുന്നേറാൻ ടിപ്പുവിന് കഴിഞ്ഞില്ല. പെരിയാറിൻ്റെ തീരത്ത് ടിപ്പുവിൻ്റെ പടയോട്ടം അവസാനിച്ചു. അതിന് 2 കാരണങ്ങളുണ്ട്. പ്രധാന കാരണമെന്ന് പറയുന്നത് പെരിയാറിലുണ്ടായ ശക്തമായ നീരൊഴുക്കും വെള്ളപ്പൊക്കവുമാണ്. പെരിയാർ കടന്ന് തിരുവിതാംകൂറിലേക്ക് എത്താൻ ടിപ്പുവിൻ്റെ സൈന്യത്തിന് സാധിച്ചില്ല. നെടുങ്കോട്ട ഉയർത്തിയ ശക്തമായ പ്രതിരോധമാണ് ടിപ്പുവിൻ്റെ പടയോട്ടത്തെ തടയുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച 2ാമത്തെ കാരണം. ഇതിനു മുൻപ് 1767 ടിപ്പുവിൻ്റെ പിതാവായ ഹൈദരലി തിരുവിതാംകൂർ പിടിച്ചടക്കാൻ ശ്രമം നടത്തി പരാജയപ്പെട്ടിരുന്നു. അങ്ങനെ ടിപ്പുവിൻ്റെ ശ്രമവും പരാജയപ്പെട്ടതോടുകൂടി തിരുവിതാംകൂർ മൈസൂർ രാജാക്കന്മാർക്ക് ഒരു സ്വപ്ന പദ്ധതിയായി അവശേഷിച്ചു. അപ്പം കാർത്തിക തിരുനാളിൻ്റെ കാലത്തെ പ്രധാനപ്പെട്ട ബാഹ്യ ആക്രമണവും അതിന് അദ്ദേഹം ഉയർത്തിയ പ്രതിരോധവുമാണ് നമ്മൾ കണ്ടത്. ഇനി ധർമ്മരാജാവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും അവയുടെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയായിരുന്നു എന്നും നമുക്കൊന്ന് നോക്കാം. കാർത്തിക തിരുനാളിൻ്റെ ഭരണ നേട്ടങ്ങളും പരിഷ്കാരങ്ങളും പറയുമ്പോൾ തിളങ്ങി നിൽക്കുന്ന 2 പേരുകൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിമാരായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയും രാജ കേശവദാസനും. കാർത്തിക തിരുനാളിൻ്റെ ഭരണ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ദീർഘദർശിത്വത്തിൻ്റെയും പ്രവർത്തന മികവിൻ്റെയും ഫലങ്ങളാണ്. ഭരണതലത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ കാര്യമായ പുരോഗതി ധർമ്മരാജയുടെ കാലഘട്ടത്തിൽ ഉണ്ടായി. അതുപോലെ രാജ്യത്തെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി വിഭജിക്കുകയും ചെയ്തു. അതുകൂടാതെ നികുതി വകുപ്പ് പുനഃസംഘടിപ്പിച്ചു, നികുതി പിരിവ് ക്രമീകരിച്ചു. ഓരോ റവന്യൂ മേഖലയും ഓരോ സർവാധികാരിക്കാരുടെ കീഴിലായി. അതുപോലെ തന്നെ പാഴായി കിടന്ന ധാരാളം തരിശു ഭൂമികളെ കൃഷിക്ക് അനുയോജ്യമായ തരത്തിൽ ഉപയോഗപ്പെടുത്തി. ഇത്തരം പ്രവർത്തനങ്ങളുടെ എല്ലാം മേൽനോട്ടം അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയ്ക്കായിരുന്നു. ഇനി രാജാ കേശവദാസനിലേക്ക് വരുമ്പോഴോ,
തിരുവിതാംകൂറിൽ ദിവാൻ പദവി ആദ്യമായി സ്വീകരിച്ചത് അദ്ദേഹമാണ്. വലിയ ദിവാൻജി എന്നാണ് രാജാ കേശവദാസൻ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന കർഷകർക്ക് അദ്ദേഹം വായ്പാ സൗകര്യം ഏർപ്പെടുത്തി. അവർക്ക് നികുതി ഇളവും നൽകി. അതുപോലെ സമഗ്രമായ ഒരു റവന്യൂ സർവേ 1773 അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തിരുവിതാംകൂറിൽ നടത്തപ്പെടുകയുണ്ടായി. അനേകം റോഡുകളും തോടുകളും നിർമ്മിക്കുക വഴി ഗതാഗത സൗകര്യങ്ങൾ പരിഷ്കരിച്ചു. അതുകൂടാതെ തുറമുഖങ്ങൾ നല്ല രീതിയിൽ വിപുലീകരിച്ചു. കയറ്റുമതി ഇറക്കുമതി വാണിജ്യങ്ങളെ മെച്ചപ്പെടുത്താൻ ഇത് സഹായിച്ചു. തിരുവനന്തപുരത്തെ പ്രധാന വ്യാപാര കേന്ദ്രമായ ചാലക്കമ്പോളം രൂപകൽപ്പന ചെയ്യുകയും സ്ഥാപിക്കുകയും ചെയ്തത് രാജാ കേശവദാസനായിരുന്നു. അതുപോലെ ആലപ്പുഴ എന്ന പ്രദേശത്തെ ഒരു മികച്ച കമ്പോള കേന്ദ്രവും തുറമുഖ നഗരവുമായി അദ്ദേഹം വികസിപ്പിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുര നിർമ്മാണം പൂർത്തീകരിച്ചത് അക്കാലയളവിലാണ്. അങ്ങനെ ഒട്ടേറെ വികസനങ്ങൾക്ക് രാജാ കേശവദാസനിലൂടെ ധർമ്മരാജയുടെ ഭരണകാലഘട്ടം സാക്ഷ്യം വഹിച്ചു. കേരളത്തിലെ സാമൂഹിക ചരിത്രത്തിലെ മാത്രമല്ല, സാംസ്കാരിക ചരിത്രത്തിലെയും ഒരു പ്രധാന അധ്യായം തന്നെയാണ് കാർത്തിക തിരുനാളിൻ്റെ ഭരണകാലഘട്ടം. കവികളെയും കലാകാരന്മാരെയും പ്രത്യേകം ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. മാത്രമല്ല, മലയാള സാഹിത്യ ശാഖയ്ക്ക് തൻ്റേതായ ഒട്ടേറെ സംഭാവനകളും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ബാലരാമഭരതം, നാട്യശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി രചിക്കപ്പെട്ട ബാലരാമഭരതം, അതുപോലെ ഒട്ടനവധി ആട്ടക്കഥകൾ, ഇതൊക്കെ കാർത്തിക തിരുനാളിൻ്റെ സംഭാവനകളാണ്. മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മതസഹിഷ്ണുതാ നയം. തികഞ്ഞ ഹിന്ദുമത വിശ്വാസി ആയിരുന്നെങ്കിലും എല്ലാ മതസ്ഥരോടും അദ്ദേഹം അനുഭാവം കാണിച്ചിരുന്നു. അതേപോലെ തിരുവിതാംകൂറിൻ്റെ രാജധാനി പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. 74 വയസ്സിൽ നാട് നീങ്ങുന്നത് വരെ ധർമ്മരാജ തിരുവിതാംകൂറിൻ്റെ രാജാവായി തുടർന്നു. അതിനാൽ അദ്ദേഹം കിഴവൻ രാജാവെന്നും അറിയപ്പെട്ടിരുന്നു. ഭരണകാര്യത്തിൻ്റെയോ രാജ്യ പുരോഗതിയുടെയോ സാംസ്കാരിക ഔന്നത്യത്തിൻ്റെയോ അങ്ങനെ ഏത് അളവുകോലുകൊണ്ട് അളന്നാലും തിരുവിതാംകൂറിലെ ഏറ്റവും സമുന്നതനായ ഭരണാധികാരി തന്നെയായിരുന്നു ധർമ്മരാജ എന്നുള്ള കാര്യത്തിൽ തർക്കമേതുമില്ല. സോ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായിട്ട് തിരുവിതാംകൂറിൻ്റെ രാജഭരണ കാലഘട്ടത്തിലെ 2 പ്രധാന ഏടുകൾ നമ്മൾ പരിശോധിച്ചു. ഇതിനു മുൻപുള്ള ക്ലാസ് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ദയവായി കണ്ടിരിക്കുക. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ KAS ട്യൂട്ടറിൻ്റെയും എൻ്റെയും ടെലിഗ്രാം ചാനൽ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തുടർന്നുള്ള ക്ലാസ്സുകളുടെ അപ്ഡേറ്റുകൾക്കായി ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കുറേ ചരിത്ര കഥകളുമായിട്ട് ഞാൻ വരാം. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.